എന്തു പറ്റിടേ? ചേട്ടാ, ഞാൻ ആങ്കർ എൻട്രിക്ക് വേണ്ടി പുറകിലോട്ട് പോയതാ. അപ്പൊ പുള്ളി അപ്പത്തേ അവിടെ തല ഇറങ്ങി കിടക്കുന്നത്. എന്തു പറ്റി? എപ്പിസോഡ് തുടങ്ങാൻ നിൽക്കുമായിരുന്നു. ഇതെന്തു പറ്റി? ഞാനേ ഇതെനിക്ക് വരാറുള്ളതാണ് ഇടക്കിടക്ക്. അതായത് കർക്കിടക മാസത്തിലെ പൗർണമിയിൽ എൻ്റെ മുത്തച്ഛൻ എൻ്റെ ദേഹത്ത് കയറും. ഓ, അങ്ങനെ തളർന്ന് വീഴും. പിന്നെ മുത്തച്ഛൻ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മുത്തച്ഛൻ കയറിയിട്ടുണ്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. മരിച്ചുപോയ മുത്തച്ഛനല്ലേ? അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ അല്ലേ? എന്നാ പോയിരുന്നു, നമുക്ക് എപ്പിസോഡ് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഒന്ന് എണീപ്പിച്ചു വിട്ടേ. ഞാൻ ഒരു ബാധ കയറലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പടിക്കേമേട് നീയും ഈ ഇവനും കൂടിയൊക്കെ കൂടി ഇവിടെ കണ്ട് കാണിക്കണൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. എൻ്റെ ഈ കേശവ മോനെ കേശവ എന്താ പൂപ്പാ ഇവനാ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടാ ഒരു പരിപാടി അവന് കൊടുക്കാനാ കൊടുത്തു. അപ്പം നിനക്കൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റൂല. നീയും കൂടി കൂട്ടിയൊക്കെയാണ്. ഇനി നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. നീ മേക്കപ്പ് ഇല്ലാണ്ട് എൻ്റെ കൊച്ചിനെ ചെന്ന് എന്തിനാണ് പേടിപ്പിക്കണം? വെച്ചറിഞ്ഞിട്ടെ കളിക്കാൻ കണ്ടിട്ട് കാര്യം പറ. അല്ല, പുള്ളി കാര്യമായിട്ട് പെർഫോം ചെയ്യാത്തോണ്ടാണ് മുത്തച്ഛൻ. ശരിക്കും നിങ്ങൾ മുത്തച്ഛനല്ല. നിങ്ങൾ മുത്തച്ഛനല്ല ശരിക്കും. മുത്തച്ഛനാണ്. വേണമെങ്കിൽ ഇവനോട് ചോദിച്ചോക്ക്. മുത്തച്ഛനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാണ്. ഇനി മേലാൽ എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും വിസിലായിട്ടിരിക്കുമ്പോൾ നീ പറഞ്ഞാൽ ഞാൻ വീണ്ടും വരുവോളൂ കേട്ടോ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്തോ സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നുമല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ പറയും. ഇല്ല, അത് ഒറിജിനലാണ്. ഉണ്ടോ പറഞ്ഞേട്ടാ. പിന്നെ എനിക്ക് ആകെ കൂടെ ഒരു കരുണുള്ളത് മോനോടാണ്. ഞാൻ കാണാറുള്ളതാണ്. എൻ്റെ കൊച്ചി പാവമാണ്. ഈ നിൽക്കണം പഞ്ചപാവമാണ്. 5 പൈസ കയ്യിലില്ല. ഇവർ കൊടുക്കൂലല്ല. അപ്പം അതുകൊണ്ട് മോനി ഫ്ലോറിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് പോണേക്കുമ്പോൾ ഒരു 10,000 രൂപ എടുത്ത് അവന് കൊടുത്തുകൊണ്ട് പോവാം. മൂത്തോരെ പേര് വിളിക്കണടാ ധർമ്മ. ഞാൻ ധർമ്മനല്ല. പിന്നെ ധർമ്മന്റെ അച്ഛൻ്റെ അച്ഛനാണ്, അപ്പനാണ്. നീ ധർമ്മനോട് പൈസ വെച്ചായിരുന്ന? ചോദിച്ചു. നീ എങ്ങാനും എൻ്റെ മോനോട് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ പല്ലിയാൻ നിലത്തിടും ഞാൻ. ഞാനെന്ത് ഇവിടെ വെക്കണത്? എല്ലാരും നിർത്തി. കേശവമാമന് മരിച്ചു ഒരു മുത്തച്ഛനുണ്ടോ? മുത്തച്ഛനുണ്ട്. ആ മുത്തച്ഛന്റെ ആത്മാവ് കർക്കിടക മാസത്തിൽ ശരീരത്തിൽ കയറാറുണ്ടോ? കേറാറുണ്ട്. ആ മുത്തച്ഛൻ കേറിയോ? കേറി. ആ മുത്തച്ഛൻ ധർമ്മനോട് 10,000 രൂപ ചോദിച്ചോ? 10,000 രൂപ ചോദിച്ചു. വർക്കൗട്ട് ആയില്ല അല്ലേ? വർക്കൗട്ട് ആയില്ല. അതാണ്. ശരി.